ദൈവത്തിന് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഈ റിവ്യൂക്കാർ പറഞ്ഞില്ല എങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു 10 മിനിറ്റെങ്കിലും സംസാരിക്കണമെന്ന് പിന്നെയും വിചാരിച്ചത്. കാരണം അതിനകത്തൊരു സങ്കല്പം കൂടെ ഞാൻ എന്തായാലും ഒന്ന് പറയാം. കൊച്ചുകുട്ടികളുള്ള എല്ലാവർക്കും അറിയാം, അവരെ കയ്യെത്തുന്ന അകലത്തിൽ അവർ നടന്നു തുടങ്ങുമ്പോൾ അവർ കഴിക്കുന്ന എന്തെങ്കിലും, ഉദാഹരണത്തിന് പാൽപ്പൊടി, പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുനിന്ന് കഴിച്ചതിന് ശേഷം അത് ഇവിടെ ചുറ്റും കാണും. എന്നാലും നമ്മൾ ആരെങ്കിലും കണ്ടു കഴിയുമ്പം ഈ കൈ പുറകെ പിടിച്ച് നിൽക്കുന്ന ഒരു ഭാവമാണ്. എല്ലാ അമ്മമാരും ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളൊരു ഭാവമാണ്. കർത്താവും നമ്മുടെ കൂടെയുള്ള ദൂതനും നമ്മളെ ഓരോ ഇഞ്ചും ദൂതനേക്കാൾ നന്നായിട്ട് നോക്കി നടക്കുന്ന പിശാചും കൂടെ സമ്മേളിക്കുന്ന സ്ഥലത്ത് ആണ്, അല്ലെങ്കിൽ അതൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഇങ്ങനെ ഓരോ സംഗതികളുമായിട്ട് വരുന്നതെന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് നിങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ. ദൈവത്തിന് സ്വാഗതം. ജോസ് പറഞ്ഞൊരു കാര്യം ശരിയാണ്. 20 മിനിറ്റ് എടുത്തോളൂ എന്ന് മാത്രമല്ല, ഞാനൊരു 3-4 സ്ലൈഡ് അങ്ങ് വിട്ടു. കാരണം പ്രായോഗിക ജീവിതത്തിലെ കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ ഒരു 3-4 സ്ലൈഡ് ഞാൻ എഴുതി വെച്ചിരുന്നു. എന്താണെന്ന് അറിയില്ല, അന്നേരം നിർത്താൻ എനിക്ക് തോന്നി, ഞാൻ അങ്ങ് നിർത്തുകയാണ്. എനിക്കറിയാം സമയം യൂട്ടിലൈസ് ചെയ്യേണ്ട സമയം പോലും ആയില്ല. അതുപോലെ ജോസ് സന്ദേശം പറഞ്ഞിട്ട് എൻ്റെ തിരിച്ചറിവ് ശരിയാണെങ്കിൽ അത് തീർന്നിരിക്കുമ്പം ഇത്രയും ഇന്നുള്ള സംതൃപ്തിയിലല്ല ഇരുന്നത്. ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും വേണ്ടതുപോലെ അതെത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള എന്തോ ഒരു സംഗതി മനസ്സിലുണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ റിവ്യൂ കഴിഞ്ഞപ്പോൾ ജോസിന് ആ പ്രയാസമാണ്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ റിവ്യൂവിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് മനസ്സിലാക്കാം. പേഴ്സണലായി തന്നെ ഡിന്നിയോട് പറയുക, ഈ വാർത്ത കേട്ടപ്പോൾ പ്രത്യേകിച്ചൊരു വലിയ ആകാംക്ഷ ഒന്നും തോന്നിയില്ല. കാരണം എന്തോ ഒരു ഉറപ്പ് മനസ്സിലുണ്ട്. മറ്റൊന്ന്, ഇനിയും ഈ ദൈവത്തെ ഇത്രയധികം അറിയാവുന്ന ഡിന്നി ഇതുവരെ ചെയ്തിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാൻ വീണ്ടും അതിനൊരു പ്രോത്സാഹനം നൽകുകയാണ്. സന്തോഷത്തോടെ വിശ്വാസത്തോടെ കരങ്ങളെ നീട്ടി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ഡിന്നിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക്. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇന്നലെ കേട്ട വചനത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയ ഒരു സംഗതി, ഞാനിതേവരെ കേട്ടിട്ടില്ലാത്തൊരാശയം യോർദാനെ പറ്റി പറഞ്ഞു. യോർദാനെ കുറിച്ച് നമ്മൾ ഈ അടുത്ത സമയത്ത് ഒത്തിരി പറഞ്ഞുകൊണ്ടിരിക്കുക. കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ കരകവിഞ്ഞൊഴുകും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു ആശയമുണ്ട്. എന്താ, എന്തെങ്കിലും അനുഭവിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം കൊയ്ത്ത് സമയത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ കൊയ്യാനൊക്കത്തില്ല. അത് മൊത്തം കളയേ ഉള്ളൂ മാർഗം. ഒരു വിധത്തിലും പശുവിന് പോലും കൊടുക്കാൻ പറ്റാ, അല്ലെങ്കിൽ മൃഗത്തിന് പോലും കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ കളയേണ്ടി വരും. കത്തിച്ച് കളയേ ഉള്ളൂ മാർഗം. ദൈവത്തിന് സ്തോത്രം. സാധാരണമായ ഒരു ആശയമായിരുന്നു. വളരെ സന്തോഷം തോന്നി. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, പ്രവചനാത്മാവിൽ സംസാരിച്ച ചില കാര്യങ്ങളും അത് നമ്മിൽ ഉള്ള ആത്മാവിനെ ഉറപ്പിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും സന്തോഷമാണ്. നമ്മൾ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാണല്ലോ ഇവിടെ വന്നേക്കുന്നത്. അവിടെ ഇന്ന് ഉപവാസവുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് വളരെ വേഗം തിരുമേശയുടെ ശുശ്രൂഷയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഉപവാസത്തെക്കുറിച്ച് എല്ലാവരും പ്രബോധിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഉപവാസത്തിൽ എന്ത് ചെയ്യണമെന്ന് പ്രബോധിപ്പിക്കുന്ന യെശയ്യാ പ്രവാചകൻ്റെ ഒരു വാക്യമുണ്ട്. 58-ാം അധ്യായം 6-ാം വാക്യം. അന്യായബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. ദൈവത്തിന് സ്തോത്രം. ആദ്യമായിട്ട് പറയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഉപവാസത്തെക്കുറിച്ച് മലയാളത്തിലെ അർത്ഥം കൂടെ വസിക്കാവുന്നൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം ദൈവോചനമായിട്ട് ബന്ധമുള്ളതല്ല. എന്നാൽ എബ്രായ ഭാഷയിൽ മൂടുക, ബ്രാക്കറ്റിൽ വായ എന്നവർ പ്രത്യേകം പറയുന്നു. എന്ന് പറഞ്ഞാൽ വായെ മൂടുക എന്നുള്ള അർത്ഥത്തെക്കുറിച്ചാണ് അവിടെ ഉപവാസം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് രണ്ടിൻ്റെയും സ്ട്രോങ് ഡിക്ഷണറി റെഫറൻസ് നമ്പേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഇത് കഴിയുമ്പോൾ തരാം. ഗ്രീക്ക് ഭാഷയിൽ അതിനെ ഭക്ഷണം വെടിയുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റേ ഒരർത്ഥം മലയാളികൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മലയാളത്തിലല്ല എഴുതിയെന്ന് മനസ്സിലാകുമ്പോൾ നിർത്തേണ്ടി വരും. ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ.
ഈ ഞാൻ ഇന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത് ബന്ധനം. ആ ബന്ധനത്തെ ആഴമായ ഒരു പഠനമൊന്നുമല്ല, എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ. നുകം. ബന്ധനം എന്നുള്ളതിന് KJVയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബാൻഡ് എന്നാണ്, BAND. അതിൻ്റെ കൂടെ HOS കൂടെ മുമ്പേ ചേർത്ത ഒരുവിധം ഒരു ബന്ധനം നമുക്ക് മനസ്സിലാവും. മനസ്സിലായില്ലായിരിക്കും അല്ലേ? ദൈവത്തിന് സ്വാഗതം. ഞാൻ ആദ്യം ഒരു പഴയ നിയമത്തിലെ മാതൃക പറയാം. ബന്ധനം എന്താണെന്ന് നമ്മൾ വിശ്വാസ സമൂഹത്തിൽ കേട്ട് പഠിച്ച ചില കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള സകലതും ബന്ധനമാണെന്നൊന്നും ധരിക്കരുത്. അങ്ങനൊരു സംഗതിയൊന്നുമില്ല. നമ്മൾ ആഗ്രഹിച്ച് നടക്കാതെ വരുമ്പോഴത്തേക്ക് അത് ബന്ധനമാണെന്ന് ധരിക്കരുത്. നമുക്ക് കിട്ടേണ്ടത് കിട്ടാതിരിക്കുമ്പോൾ അത് ബന്ധനമാണെന്ന് ധരിക്കരുത്. എന്നാൽ ശിംശോന്റെ ശരീരത്തിലുണ്ടായ ചില ബന്ധനങ്ങളെ നമുക്കറിയാം. ആദ്യത്തെ കെട്ടൊക്കെ കെട്ടുമ്പോൾ അവർ ധാരണ ഈ കെട്ട് അവർ വിചാരിച്ചിരിക്കുന്ന പോലെ ശിംശോനെ ഒതുക്കുമെന്നാണ്. തീർച്ചയായിട്ടും അവർ വിചാരിച്ചത് ശരിയാണ്. ശിംശോനെ ആ കെട്ട് ഒതുക്കും. പക്ഷേ ശിംശോന്റെ ഉള്ളിലുള്ള ആത്മാവിനെ ആ കെട്ട് ഒതുക്കത്തില്ല. ഇത് ശിംശോനും മനസ്സിലായില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളോട് മാത്രം പറയാനൊരു വസ്തുതയുണ്ട്, ഞാനത് പൊതുവിൽ പറയാം. അപ്പോൾ 1-2 തവണ ആയപ്പം ശിംശോൻ തന്നെ ധരിച്ചു, ഞാനായിട്ടൊന്നും ചെയ്യാതിരുന്ന പ്രശ്നമൊന്നുമില്ല, ആത്മാവ് പിന്നെയും ഞാൻ എഴുന്നേൽക്കുമ്പോൾ കൂടിഞ്ഞ് പോരും എന്ന് ശിംശോൻ ധരിച്ചു. അങ്ങനെ ഏറ്റവും അവസാനം എന്തുപറ്റി? അവൻ്റെ രഹസ്യം അങ്ങ് പറഞ്ഞു. മുടി വെട്ടിയതാരാ? ശിംശോനല്ല. പക്ഷേ നമ്മുടെ തീരുമാനങ്ങൾ, നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ഒരു പ്രതിരോധം കഴിക്കേണ്ട ആവശ്യം നമുക്കുമുണ്ട്. നമ്മളാലാവുന്ന ഒരു പ്രതിരോധം. അതിനെ വിറ്റുകൊണ്ട് ശരീരത്തെ സന്തോഷിപ്പിക്കാൻ ഇറങ്ങിയാൽ ആത്മാവ് ആ ശരീരത്തിൽ പിന്നെ നിൽക്കത്തില്ല. ശിംശോനോട് പറഞ്ഞ പല കാര്യങ്ങളും തെറ്റിച്ചിട്ടും ആത്മാവ് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം ഈ ഒരൊറ്റ വിഷയത്തിൽ. അതുകൊണ്ട് ഇത് ശീലമാക്കിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം വരുന്നു, നിലവിളിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു, വീണ്ടും കരകയറുന്നു, എന്നിട്ടും പിന്നെയും ദൈവം ആഗ്രഹിച്ചതുപോലെ മടങ്ങി വരാൻ അറിയാമായിരുന്നിട്ടും മടങ്ങി വരാതെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ശീലമാക്കരുത്. ദൈവമായിട്ടുള്ള ബന്ധം ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് അവിടെ കടന്നു വരാനും വിടുവിക്കാനും കഴിയാതെ പോലെ ആയിപ്പോകും. ദൈവത്തിന് സ്വാഗതം. ലാസറിനെ കെട്ടിക്കൊണ്ട് കിടത്തുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും വിചാരിച്ചു ഇതോടെ ലാസർ അവസാനിച്ചു എന്ന്. ചിലപ്പോൾ നമ്മളും വിചാരിക്കും അവസാനിച്ചു എന്ന്. നമ്മുടെ കൂടെ ആരാധിക്കുന്നവരും വിചാരിക്കും, നമ്മുടെ സാഹചര്യം കാണുമ്പോൾ നമ്മൾ അവസാനിച്ചു എന്ന്. നമ്മുടെ ബന്ധുക്കൾ വിചാരിക്കും, കുടുംബത്തിലുള്ളവർ വിചാരിക്കും നമ്മൾ അവസാനിച്ചു എന്ന്. അവരെ കെട്ടുകൾക്കപ്പുറത്തേക്ക് നിങ്ങളെ എത്തിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട്. ദൈവത്തിന് സാർ ആ പേര് ഒരു തവണ വിളിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് സകല മനുഷ്യരും എഴുതിയ സകല ചരിത്രത്തിനും അപ്പുറത്തേക്ക് നിങ്ങൾ പോകും. ദൈവത്തിന് സാർ. ഇതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത്. എലീശയോട് ചെന്നൊറ്റ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആ തീരുമാനത്തിൽ, ആ വിളിയിൽ ഉറച്ചവൻ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ഇല്ലെങ്കിൽ കണ്ടെത്തി പൂട്ടി ജീവിതം അവസാനിപ്പിച്ച ഒരു മനുഷ്യനായിട്ട് അന്ന് മനുഷ്യരെ മുഴുവൻ എഴുതി തള്ളുമായിരുന്നു. ഇന്ന് ലോകത്തിന് എഴുതി തള്ളാൻ പറ്റാത്ത ഒരു കഥാപാത്രമായിട്ട് അവൻ മാറിയതിന്റെ കാരണം ആ വിളി സ്വീകരിച്ചതുകൊണ്ട്. ദൈവത്തിന് സ്വാഗതം. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മാവിനെ പകർന്നു തന്നിരിക്കുന്നവൻ ആരാണെന്നും അതിനവൻ എന്ത് വില കൊടുത്തിട്ടാണ് ചെയ്തതെന്നും നാം മനസ്സിലാക്കിക്കൊള്ളണം. ആ വില അനുസരിച്ച് ഉള്ള സംരക്ഷണം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. മറന്നുപോകരുത്. ഉദാഹരണത്തിന്
നിങ്ങൾ ഒരു കെട്ട് കച്ചി വാങ്ങിച്ചെന്നിരിക്കട്ടെ, എല്ലാവർക്കും അറിയാമല്ലേ, വൈക്കോൽ അല്ലേ, വേദപുസ്തകത്തിലൊക്കെ ഉണ്ട് കേട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാൽ വെളിയിൽ കൊണ്ടിട്ടേക്കും. അത് കത്തിപ്പോയാലും നിങ്ങൾക്കൊരു പ്രശ്നമല്ല. പക്ഷേ നാട്ടിൽ ആയിരിക്കുന്ന ഭാര്യയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു പുതിയ ഐഫോൺ മാക്സ് പ്രോ, സാധാരണ സംഭവിക്കുന്നതല്ല, ഞാൻ ഉദാഹരണമായിട്ടങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. മാക്സ് പ്രോ വാങ്ങിച്ച് ഞാൻ എടുക്കും. ഞാൻ വാങ്ങിച്ച മാക്സ് 10 പ്രോ കൊടുക്കും. വലിയ ഉപയോഗമില്ലല്ലോ. ദൈവത്തിന് സ്വാഗതം. അതിന് കൊടുക്കുന്ന സംരക്ഷണമാണോ വൈക്കോലിന് കൊടുത്തത്? അതോ? അല്ല. അതുകൊണ്ട് നിങ്ങളുടെ വില നിങ്ങളെക്കാൾ അറിയാവുന്ന ഒരുത്തനുണ്ട്. അവൻ കൊടുത്ത വിലയ്ക്ക് അനുസൃതമായിട്ട് അവൻ സംരക്ഷണവും നൽകും. ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കും. ഇനി സംരക്ഷണം എവിടെയെങ്കിലും കുറഞ്ഞു പോയെന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ അത് നമ്മുടെ തോന്നൽ മാത്രമാണെന്ന് മനസ്സിലായോ? കാര്യം ഇത് ഇതിനകത്തുള്ളത് വരെ കാണാൻ കഴിവുള്ളവനാണ് ഇത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനാണ് ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്വാഗതം. ഞാൻ 2 ബന്ധനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി നുകം, ഈ സ്വയം എടുത്തു വയ്ക്കുന്ന നുകമുണ്ട് 2 തരത്തിൽ. അതിൽ നല്ലതുമുണ്ട്, മോശപ്പെട്ടതുമുണ്ട്. ഉൽപ്പത്തി 27:40 ഒരു സാർ സ്വയം എടുത്തു വെച്ച ഒരു നുകമുണ്ട്. കോറസായാലും കുഴപ്പമില്ല. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും, നിന്റെ കെട്ടഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ ദുഃഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. ഇവന് 2 ഉണ്ട്. എന്തുകൊണ്ട്? കെട്ടുമുണ്ട്. സഹോദരനെ കൊടുക്കാൻ പാടില്ലാത്ത കൊടുത്ത് വിറ്റ് കച്ചവടമാക്കി വെച്ച് കെട്ടുമായിട്ട് നിൽക്കുക. അതിൻ്റെ കൂടെ അവനോടുള്ള പകയെന്ന് പറയുന്ന നുകം കൊടുത്ത് തോളി വെച്ചിട്ടുണ്ട്. ഇത് 2 അവൻ കുടഞ്ഞു പോകും. ഫലത്തിൽ നമുക്കറിയാം യാതൊരു നഷ്ടവും അവന് വന്നില്ല അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും. അവൻ്റെ പക അവൻ സ്വയം കളയേണ്ടി വന്നു. ഇതുപോലെ നുകം കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നും ഇറക്കി വയ്ക്കണം. നിങ്ങളുടെ ആയുസിനെ വരെ ബാധിക്കും കേട്ടോ. ദീർഘായുസൊക്കെ ദൈവം തരുന്നതാണ്. ആയുസിനെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പല ദിവസവും പറഞ്ഞു. ഇതൊക്കെ ഒരുപാട് പഠനങ്ങൾ വരെ നടന്നിട്ടുള്ള വിഷയങ്ങളാണ്. നമുക്ക് നമ്മുടെ ഭൗതികമായ സാഹചര്യത്തിൽ നമുക്കൊരു തൃപ്തി വേണം. നമ്മുടെ മാനസികവും ശാരീരികവുമായ സാഹചര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധത്തിലുള്ളവർക്കും അവരുടേതായ ആ എല്ലാ അവസ്ഥകളിലും അവർക്കൊരു തൃപ്തിയും സന്തോഷവും വേണം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴേ നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ട എല്ലാവിധ ഹോർമോണുകളും ഉൽപ്പാദിക്കപ്പെടുകയും നിങ്ങൾക്ക് ദോഷകരമാകുന്നതിന് പകരം സന്തോഷകരമാകുന്ന പലതും ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആയുസ് നഷ്ടപ്പെടുത്തുന്ന വസ്തുതകളെല്ലാം അവിടുന്ന് ഇല്ലാതായിപ്പോകും. സ്വയം ഇതൊന്നും അനുഭവിക്കാതെ മറ്റുള്ളവരെയും ശപിച്ച് മറ്റുള്ളവരുടെ പകയും വിദ്വേഷവും വെച്ചു പുലർത്തി സ്വയം ചെയ്ത് കൂട്ടിയതിനൊക്കെ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജീവിതം തള്ളി നീക്കിയാൽ നമ്മൾ എത്താൻ പാടില്ലാത്തടത്ത് എത്തി നമ്മുടെ ജീവിതം അവസാനിക്കേണ്ടി വരും. ദൈവത്തിന് സ്വാഗതം. ഇനി ഉൽപ്പത്തിയിലെ 2 വാക്യം കൂടെ വായിച്ചു. ഇത് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി ആ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അത് വായിക്കും. നിന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലുമെന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. മതി, ഇതായി നോക്കാം കൊണ്ട് നടക്കുക. ദൈവത്തിന് സ്വാഗതം. നമുക്ക് സ്വയം ഇറക്കി വയ്ക്കാവുന്നതേ ഉള്ളൂ. കാരണം ക്രിസ്തുവിന് നമ്മളെ സ്നേഹിക്കാമെങ്കിൽ നമുക്ക് ബാക്കി എന്തും കളയാൻ പറ്റും. ആ സ്നേഹത്തിലും ബന്ധത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ഒഴിവാക്കാൻ പറ്റും. കാര്യം ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി എന്ന് പറയുന്ന പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനൊന്നും ഒരു യോഗ്യതയും ഞാൻ പറയട്ടെ, അത് മനസ്സിലാകണമെങ്കിൽ ഇവിടുത്തെ ക്രൗൺ പ്രിൻസിനെ നിങ്ങൾക്ക് എല്ലാവരും അറിയാമല്ലോ, പ്രധാനമന്ത്രി. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അവകാശം തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ തറയിലൊന്നും ആയിരിക്കത്തില്ലല്ലോ.
അന്നത്തെ സ്തോത്രം എന്നൊക്കെ പറഞ്ഞാൽ ഉടുപ്പ് കീറി ആരാധിക്കും. ഇത് അതിന് മേളിൽ നിൽക്കുക സംഗതി. ഇത് ബോധ്യമാകാത്തതുകൊണ്ടാണ് നമുക്ക് ഈ വെളിപ്പാട് വരാത്തത്, അല്ലെങ്കിൽ ആരാധനയുടെ വെളിപ്പാട് വരാത്തത്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിനൊരു നുകം ദൈവം വെച്ചു കൊടുത്തു. ഇവിടെ മിസ്രൈമിലോട്ട് ദൈവം വെച്ച നുകം സമയത്ത് ദൈവം എടുക്കും. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് ആ ഒരു കുടുംബത്തെ ഒരു രാജ്യമാക്കി തീർക്കാൻ വേണ്ടിയാണ് ഈ നുകം വെച്ചേക്കുന്നത്. ആ തക്ക സമയത്ത് അതിനെ ഈ നുകം മാറ്റി പുറത്തു കൊണ്ടുവരും. മനസ്സിലായോ? അപ്പോൾ നമ്മളായിട്ടൊന്നും ചെയ്യാത്ത നുകം തോളിയിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഭാരവും വേണ്ട, സന്തോഷമായിട്ട് അതും കൊണ്ട് പോയിക്കും. നമ്മൾ കാരണമല്ലാത്ത ഒരു നുകം തോളിലുണ്ടെങ്കിൽ ഒരു ഭാരവും വേണ്ട, സന്തോഷമായിട്ട് അതുകൊണ്ട് മുന്നോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സ്വയം ഭാരമാകുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്വയം എടുത്തു വയ്ക്കുന്ന നുകങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അവസാനമായിട്ട് ഒരു വിഷയം കൂടെ, ഈ ചേരാൻ പാടില്ലാത്ത നുകമുണ്ട്. ഇത് എടുത്തു വയ്ക്കുമ്പോൾ ആലോചിക്കാനൊന്നും പറ്റുന്ന സമയമൊന്നുമല്ല. ഇതെല്ലാം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് ആലോചിക്കുന്നത്, പായസം ഉണ്ടാക്കിയിട്ട് അമ്മ ഉണ്ടാക്കിയ പോലെ പറ്റുന്നില്ല. പക്ഷെ പായസം നോക്കി അല്ലല്ലേ ഈ സംഗതി എടുത്ത്, ഈ നുകം എടുത്ത്, ആ മുടി നീണ്ടിരിക്കുന്ന നോക്കിയല്ലേ എടുത്ത്. ഇത് ഫുൾ പാക്കേജ് ഇല്ല. മുടിയുള്ള പാക്കേജിനകത്ത് പായസമില്ല, പായസമുള്ള പാക്കേജിനകത്ത് മുടിയില്ല. ഇനി ഇത് രണ്ടും ഉണ്ടെങ്കിൽ അതിനകത്ത് നിറവുമില്ല. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ദൈവം ഒരു സംഗതിയും വെച്ചുകൊണ്ടിരിക്കുക. അതിനു മുമ്പേ പായസൊത്തിരി ആയി, ഇനിയിപ്പോൾ ഏതെങ്കിലും ഉള്ളതാവട്ടെ. നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം നമുക്ക് പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കാം. മോൻ നേരെ ആയിക്കോളൂ എന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിക്കും, മോള് നേരെ ആയിക്കോളൂ എന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിക്കും. ചേരാത്തത് കൊണ്ട് ചേർത്ത് വയ്ക്കും. ഈ നുകം ആയുസ് ഇതൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഈ ഒരു നുകം മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേറെ ഒരു പണി നടക്കത്തില്ല. ഇത് മരിക്കുന്നവരെ കൊണ്ട് നടന്നേ പോകും. അതുകൊണ്ട് ഇനി എടുക്കാത്തവരുണ്ടെങ്കിൽ എടുക്കുമ്പോൾ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ എടുത്തോണം. ഇനി ഏറ്റവും നല്ലൊരു നുഖമുണ്ട്, അത് നമ്മൾ സ്വയം എടുക്കണം. ഏറ്റവും നല്ലൊരു നുഖമെന്നാണ് പറഞ്ഞേക്കുന്നത്. നുഖത്തിൽ ഏറ്റവും നല്ലത് മൃദുവും ലഘുവുമായൊരു സംഗതി. ദൈവത്തിന് സ്തോത്രം. മത്തായി 11:29-30 വാക്യങ്ങളാണ്. ഞാൻ സൗന്ദര്യം താഴ്മയുള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുവട് ലഘുവുമാകും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത് വളരെ ലഘുവാണ്, മൃദുവാണ്. പക്ഷേ അവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഞാൻ വയ്ക്കത്തില്ല. എന്തോ ചെയ്യണം? നീ വന്നേക്കണം. സ്വന്തം മനസ്സോടെ വന്നേക്കണം. എങ്കിലേ ഇതങ്ങോട്ട് തോളിലോട്ട് കയറും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇത്രയും ലളിതമായ വേറൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇനി ഇത് നുഖമല്ല, ഇങ്ങനെയല്ല നുഖമിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഉദാഹരണമായിട്ട് പറയാം. നുഖമെന്ന് പറയുന്നത് നമ്മൾ ഏൽപ്പിക്കുന്ന ഓരോ നിയമങ്ങളും, മാനുഷികമായ നിയമങ്ങൾ ഓരോന്നും നുഖമാണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഉദാഹരണമായിട്ട് പറയാം. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കുവാൻ കഴിയാതിരുന്ന ഈ നുകം എന്താണ്? പരിച്ഛേദന പോലെയുള്ള പഴയ നിയമത്തിൻ്റെ സകല നിയമങ്ങളും ചേർത്താണ് പറഞ്ഞത്. ഈ നുകം പുതുതായിട്ട് വന്ന ആത്മാക്കളുടെ മേൽ കെട്ടിവെക്കരുത്. കെട്ടിവെക്കാൻ ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ന്. വീട്ടിൽ നുകങ്ങൾ വയ്ക്കുന്നവരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും അപ്പനും മക്കളും ഒക്കെ നുകങ്ങൾ വയ്ക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ നുകങ്ങൾ ഓരോന്നും ഭാരമായിട്ടാണോ വയ്ക്കുന്നത്, സന്തോഷകരമായിട്ടാണോ വയ്ക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം ഒത്തിരി വീടുകളിൽ പല റെസ്ട്രിക്ഷൻസും ഉണ്ട്. പറഞ്ഞാൽ ചില കാര്യങ്ങൾ അവർ ചർച്ചിലൊക്കെ ചെല്ലുമ്പോൾ ആരോടും പറയരുത്. കഴിഞ്ഞ ആഴ്ചത്തെ സാധനമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. മനസ്സിലായില്ലേ? ഇല്ല.
അച്ചായന് ചെറിയ പുസ്തകം വായന ഇല്ലായ്മയുണ്ട്. പക്ഷേ ഇത് ലേഡീസ് മീറ്റിംഗ് ചെല്ലുമ്പോൾ ഒന്നും പറയരുത് പ്രാർത്ഥനാ വിഷയമായിട്ട്. അത് നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതുപോലെ കൊച്ചമ്മയ്ക്ക് ഇതുപോലെ ചർച്ചയിൽ പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ആ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. മറ്റു സ്ഥലങ്ങളിലുണ്ട്. കാര്യം കർത്തൃമേശയ്ക്ക് അനുവദിക്കാത്ത ഡ്രസ് കോഡൊക്കെ ഉണ്ട്. അത് ചർച്ച ചെല്ലുമ്പോൾ ഉണ്ടത് നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക. ഇതെന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ പരിഹാരം നിങ്ങൾ തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോന്നും ഭാരമായി വരുന്ന നിയമങ്ങളാണ്. ഒരാൾക്കല്ല, 2 പേർക്കും. കാര്യം നിയമം കൊടുക്കുന്നവൻ അടുത്ത് എന്ത് ചെയ്യണം? അവൻ നിയമപാലകനായേ വെക്കൂ. ഈ ഭാരം അവൻ്റെ കയ്യിലാണ്. ഇനി ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്നറിയാം? ഇതുകൊണ്ട് ശണ്ട ഇങ്ങനെ നിയമമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറത്തില്ല. വളരെ സിമ്പിളാ കാര്യം എന്താ? ഈ നിയമത്തിൻ്റെ പ്രശ്നം കിടക്കുന്നുണ്ടാ? ഒന്നുമല്ല. ആലോചിച്ച് നോക്കുക. ഒരു ചെറിയ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ സംഘടന ഉണ്ടാകുന്ന സ്ഥലത്ത് അന്ന് അത് കഴിഞ്ഞ ഉടനെ അവിടെ എന്തിൻ്റെ സാന്നിധ്യം കാണാം? എന്തിൻ്റെ സാന്നിധ്യം കാണാം? നിങ്ങളാരും കേരളത്തിലായിരുന്നല്ലേ? ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഹിന്ദു മുസ്ലിം ലഹളയൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ തീരദേശ വഴക്ക് ഉണ്ടാകുമ്പോൾ ഈ സംഭവം കഴിഞ്ഞ ഉടനെ പോലീസിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. ഇത് കാണുന്നവൻ എന്തോ സന്തോഷം തോന്നും. കടപ്പുറത്തേക്ക് പോകുന്നവൻ പിന്നെ അവിടെ അങ്ങോട്ട് പോകുമോ അതോ തിരിച്ച് വീട്ടിൽ പോകുമോ? അവൻ തിരിച്ച് വീട്ടിൽ പോകും. അസ്വസ്ഥത ഉണ്ടാകുന്ന സാഹചര്യമാണ്. നിയമം പാലിപ്പിക്കേണ്ടി വരുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്ന സാഹചര്യമാണ് ദൈവത്തിന്. അപ്പോൾ മനസ്സിലാക്കുക, നുകം എങ്ങും വെച്ച് ആരെയും പരീക്ഷിക്കരുത്. അന്യായമായി വച്ചിരിക്കുന്ന നുകങ്ങൾ ഏതാണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. നമ്മൾ അന്യായമായ എവിടെയെങ്കിലും നുകം വെച്ചിട്ടുണ്ടെങ്കിൽ, അന്യായമായ എന്തെങ്കിലും നുകം നമ്മുടെ മേൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, പക, വിദ്വേഷം, നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ബന്ധനങ്ങൾ. ഞാൻ പറഞ്ഞില്ല, ഒരു ബാൻഡ് മാത്രമേ ഉള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, ബാക്കി എല്ലാ ബാൻഡും നമുക്ക് കഴിക്കും. ദൈവത്തിന് സ്വാഗതം. ഇതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ ഉപവാസം. നമുക്കറിയാം, ഈ തൊഴിലാളികളുടെ മേൽ പോലും ബന്ധനമുള്ള രാജ്യമാണ്. നമുക്കറിയാം, ഈ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം. നിങ്ങൾ ഇവിടെ ഈ നാട്ടുകാരന് ലഭിക്കുന്ന അവകാശങ്ങളല്ല നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നു, അല്ലേ? അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റത്തില്ല. അന്യായമായ ഒരു ബന്ധനം വെച്ചിരിക്കുന്ന രീതിയാണ് ദൈവത്തിന് സ്വാഗതം. ഞാൻ ആ ന്യായവും അന്യായവും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞു. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ന്യായമായിട്ടുള്ളതേ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് ന്യായമായിട്ട് ഒരു ബന്ധനവും പാടില്ല. തീർച്ചയായിട്ടും കുടുംബത്തിൽ എല്ലാവരും ആ കുടുംബത്തിൽ വിധേയപ്പെട്ട് സ്വയം തീരുമാനിച്ച് ജീവിക്കേണ്ടവരാണ്. ആരെയും അടിമയാക്കാനോ അവകാശമാക്കുവാനോ ഒന്നും വേദവസ്വം പറയുന്നില്ല. മറിച്ച് ഓരോരുത്തരും ആ കുടുംബത്തിൻ്റെ ആ സ്ഥാനത്തിന് യോഗ്യമായിട്ട് ഓരോരുത്തരും ജീവിക്കുകയാണ് ചെയ്യുന്നത്. അത് അപ്പനും അതെ, അമ്മയും അതെ, മകളും അതെ, മകനും അതെ. ദൈവത്തിന് സ്വാഗതം. അന്യായമായ ബന്ധനങ്ങളെ അഴിക്കണം. നുകത്തിൻ്റെ കയറുകളെ എടുത്തു മാറ്റണം. ദൈവത്തിന് സ്വാഗതം. നമ്മളൊന്നിൻ്റെയും അടിമയായിട്ട് ജീവിക്കാനുള്ളതല്ല. നമ്മൾ കണ്ടാൽ ഇന്ന് സമൂഹത്തിൻ്റെ അടിമത്വത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇന്നലെ വന്ന് നിങ്ങൾക്ക് വേണേൽ വിളിച്ച് നിങ്ങൾ സംസാരിക്കാൻ പലരും നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ സാബു പാസ്റ്ററുമായിട്ട് വണ്ടിയിൽ നിന്ന് 1-2 കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ ഒറ്റ ചോദ്യം എവിടെ ചോദിച്ചുള്ളൂ. പുള്ളി ഒരു 5-6 കാര്യം ഇങ്ങോട്ട് സംസാരിച്ചു. ഞാൻ എത്രയാണ് ചോദിച്ചത്? പാസ്റ്റർ, ചർച്ചിൽ ഇപ്പം 20-നും 35-നും ഇടയ്ക്കുള്ള എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു 15 വരും എന്നാണ്. എന്നിട്ട് പിന്നെ ബാക്കി പുള്ളി തന്നെ പറയാൻ തുടങ്ങി. പുള്ളി അന്നേരം ആത്മഗതമായിട്ട് വന്ന സംഗതിയാണ്, ഇത്തിരി കുറവാണ്, യുവജനങ്ങളില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ ഒന്നുകൂടെ ചോദിച്ചു അവസാനം. എന്നിട്ട് പുള്ളി 2-3 കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ രീതികൾ മാറ്റിയോ? നമ്മൾ പണ്ട് അഭിമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അഭിമാനിച്ചിരുന്ന പല കാര്യങ്ങളും മാറ്റി നമ്മുടെ രീതികൾക്ക് മാറ്റം വരാതെ ഇതിനൊരു മാറ്റവും വരത്തില്ല. അദ്ദേഹത്തിന് തിരിച്ചുവരവുണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, എത്ര യുവാക്കളായ പാസ്റ്റർമാരുണ്ട്?
ഒരാളും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം എൻ്റെ പ്രായത്തിൽ ഞാൻ 18 വയസ്സുള്ള പാസ്റ്റർമാരെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഒരാളെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും നല്ല മനസ്സോടെ സുവിശേഷത്തിലേക്ക് വരുന്ന ആൾ ആ വരവിൽ ആദ്യം പോകുന്ന എങ്ങോട്ടാണ്? അവർ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലോട്ട് പോകും. എന്തുകൊണ്ടാണ് ഇവിടെ പറ്റാത്ത? ഇവിടെ സുവിശേഷ വേല ചെയ്യാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് സമൂഹം കൊണ്ട് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അത്ര ഭയങ്കര മത്സരങ്ങളാണ് അവിടെ നടക്കുന്നത്. അത്ര ഭയങ്കര മത്സരം. നമ്മളൊരു പരിധി വരെ അഹങ്കാരത്തിൻ്റെ വലിയ തലത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സമൂഹം മൊത്തമായിട്ട് ഇന്ന് പെന്തക്കോസ്തുകാർക്ക് വിചാരിച്ചാൽ കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഭയങ്കര ബോധ്യമുണ്ട്. അത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നേതൃത്വത്തിലുള്ളവർ. അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ ഒരു ഫോണെടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങളൊക്കെ സാധിക്കാമെന്ന് എല്ലാവർക്കും അറിയാം. അത് പലരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഉപയോഗപ്പെടുത്തിയ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് നമ്മൾ ഇതിലോട്ട് വിട്ടു പോകുമ്പോഴത്തേക്ക് നമുക്ക് നഷ്ടമാകുന്ന കുറേ സംഗതികളുണ്ട്. നമുക്കുള്ള സമൂഹം തന്നെ, ഞാനീ പറഞ്ഞതിൻ്റെ ആ പ്രശ്നം ആരും ഗ്രഹിക്കാത്ത എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ്. അവിടെ ഉള്ളവരെങ്കിലും നേരത്തെ അറിയേണ്ടിയിരുന്നു. കാരണം ഈ ചർച്ച ഒരു 10-15 വർഷം കഴിയുമ്പോൾ അവിടെ നിൽക്കാൻ പോവാ. ആരെങ്കിലും വാങ്ങിച്ച് പള്ളിയാക്കി മറ്റെന്തെങ്കിലും ആക്കിയെന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞു നടന്നിട്ടോ അല്ലെങ്കിൽ വാർത്തയാക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാര്യം ആളില്ലാതെ വരുമ്പോൾ ഈ സാധനം ആർക്കെങ്കിലും ഒഴിവാക്കേണ്ടി വരും. സഭയ്ക്ക് തന്നെ അത് ഒഴിവാക്കേണ്ടി വരും. അല്ല വേറെ എങ്ങൊന്നും ആളിനെ കൊണ്ട് താമസിപ്പിക്കാൻ രാജാക്കന്മാരൊന്നും അല്ല അവിടെ. ജനാധിപത്യ സംവിധാനം ഉള്ളതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് വിറ്റ് ഒഴിവാക്കാനേ ആവും. അല്ലെങ്കിൽ ആ കൂടി പോയി ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാം വേറെ ഏതെങ്കിലും സംവിധാനത്തിൽ. എണ്ണം അത്രത്തോളം കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ബോധവാന്മാരായിരിക്കണം. പ്രാർത്ഥനയിൽ ഈ കാര്യം വഹിക്കണം. ദൈവത്തിന് സാർ നമ്മൾ എത്തി നിൽക്കുന്ന സാമുദായികമായ കുറേ ബന്ധനങ്ങളുണ്ട്. അതിൻ്റെ കയറുകളെ പൊട്ടിച്ചിട്ട് യഥാർത്ഥമായി വചനത്തിൻ്റെ കീഴിലേക്ക് ക്രിസ്തുവിൻ്റെ നുഖത്തിലേക്ക് തലവെച്ചു കൊടുക്കണം. മറ്റേവൻ എവിടെ കൊണ്ട് തലവെച്ചു എന്ന് നമ്മൾ നോക്കണ്ട. അവൻ ചിലപ്പോൾ ചോദിക്കും, നീ ഇവിടെ തല വയ്ക്കുന്നില്ല. വേണ്ട, നമ്മൾ ക്രിസ്തുവിന് മാത്രം തലവെച്ചാൽ മതി. ഒരു സമുദായത്തിനും തലവെച്ചു കൊടുക്കരുത്. ഒരു സമൂഹത്തിനും നമ്മുടെ തലവെച്ചു കൊടുക്കരുത്. ദൈവത്തിന് സ്വാർ അവരാരും ഭരിക്കാൻ വേണ്ടി ജനിച്ചവരല്ല. നമ്മൾ അവർ ഭരിക്കപ്പെടാൻ വേണ്ടി ജനിച്ചവരുമല്ല. നമ്മൾ ക്രിസ്തുവിനാൽ നയിക്കപ്പെടാൻ വേണ്ടി വീണ്ടും ജനിച്ചവരാണ്. ദൈവത്തിന് സ്വാർ ആ ക്രിസ്തു ആയിരിക്കണം നമ്മളെ ഓരോ കാര്യത്തിലും നടത്തേണ്ടത്. ദൈവത്തിന് സ്വാർ അവൻ്റെ ആലോചന പ്രകാരം വേണം നടക്കാൻ. ദൈവത്തിന് സ്വാർ വരുന്ന ദിവസങ്ങളിലെങ്കിലും നമ്മുടെ ഉപവാസങ്ങളിൽ മാറ്റങ്ങൾ നടക്കുന്ന ദിവസങ്ങളായി മാറും. ദൈവത്തിന് സ്വാർ നമ്മുടെ സഹോദരങ്ങളോട് ചിലപ്പോൾ ദീർഘനാളുകൾ ഒരുമിച്ച് വസിക്കുമ്പോൾ ഈ സഹോദരങ്ങൾ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് പരാതികളൊക്കെ തോന്നും. പല കാര്യങ്ങളിൽ പരസ്പരം യോജിക്കാൻ പറ്റാത്ത കുടുംബ സാഹചര്യത്തിലൊക്കെ വരുന്ന സംഗതികളുണ്ട്. നമ്മളിപ്പോൾ പൈസ കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യൂ എന്നുള്ള സ്ഥിതിയിൽ നമ്മൾ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കും. നമ്മുടെ വീട്ടിലൊരു കാര്യം ചെയ്യണമെങ്കിലും പൈസ കിട്ടിയാലേ ചെയ്യൂ എന്നുള്ള സ്ഥിതിയാണ്. ഇനി നിങ്ങൾക്കതല്ലാന്ന് അഭിപ്രായം ഉണ്ടായിരിക്കാം. എനിക്കതിനകത്ത് നല്ല വിശ്വാസമാണ്. ഇല്ലെങ്കിൽ നാട്ടിൽ 4 എണ്ണം ഉണ്ട്, എന്നിട്ടും ഡിപ്ലോമ എടുത്തിട്ട് ഇങ്ങോട്ട് പോവാം ഒന്നിനെ നോക്കാൻ. എന്തുകൊണ്ടാണ്? ഡോളറോ പൗണ്ടോ ഒക്കെ കിട്ടുമെന്നുള്ളതുകൊണ്ടല്ലേ? മനസ്സിലായില്ല. എൻ്റെയും അപ്പനും അമ്മയും ഭാര്യയുടെ അപ്പനും അമ്മയും അവിടെ കിടപ്പുണ്ട്. ഇത് നോക്കാതെ ഇംഗ്ലീഷുകാരെ എങ്ങനെ നോക്കാവുന്ന ഡിപ്ലോമ എടുത്തേച്ച് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുക. എന്തുകൊണ്ടാ? പറയാൻ പാടില്ലാത്തെന്തോ പറഞ്ഞെന്ന് തോന്നില്ലേ? സത്യമല്ലാത്ത ഏതാണ്ട് എൻ്റെ വാക്കിലുണ്ടായിരുന്നു. ദൈവനാമത്തിൽ കർത്തൃമേശയ്ക്കയില്ലേ? ദൈവത്തിന് സ്വാഗതം. ഇന്നൊന്നും ഒരു മാറ്റം വരുത്താൻ പറ്റുന്ന സാഹചര്യം അല്ലായിരിക്കാം. കുഴപ്പമില്ല, അതങ്ങനെ തന്നെ പോട്ടെ. ഒന്നുമില്ലെങ്കിൽ പോകുന്ന ഏത് ദേശത്തായാലും ക്രിസ്തുവിനെ മറക്കാതിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വെച്ചു.